നമസ്തേ. 26/6/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലമാണ് നോക്കുന്നത്. മേടം, മിഥുനം, കന്നി, തുലാം രാശിക്കാർക്ക് ശുഭവും, ഇടവം, ചിങ്ങം, ധനു, മകരം, കുംഭം കൂറുകാർക്ക് മധ്യമവും, മീനക്കൂറുകാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇതിനെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് ഇത് തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് എന്തായാലും കുഴപ്പമില്ല. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. എന്തായാലും ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. തുടർച്ചയായി കേൾക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഇത് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ പ്രയോജനം ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തൊരു കമൻറ്റ് ചെയ്യുന്നതിനും നിങ്ങൾ മടിക്കേണ്ടതില്ല. കമൻറ്റ് ചെയ്യുക. വ്യക്തിപരമായ ഫലങ്ങളല്ല ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇതിലുള്ളത്. അതിനൊരു ഫീസും ഉണ്ട്. ഇനി നമുക്ക് വിശദമായി നോക്കാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി. മേടം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ഒന്നും അലസതയൊന്നുമില്ലാതെ വേണ്ട സമയത്ത് ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. മനസ്സ്, ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ്. മാതൃപിതൃസ്ഥാനീയർ, ഗുരുക്കന്മാർ ഇവരുടെയൊക്കെ അനുഗ്രഹം ഉള്ള ഒരു ദിവസമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയവരുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദരസ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായോ ധനപരമായോ ഒക്കെ ചെറിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് ശുഭകരമായ ഫലമായിരിക്കുമെന്ന് പറയുകയും ധനനഷ്ടം വരികയും ചെയ്യും എന്ന് പറഞ്ഞാൽ ശരിയാകുന്ന എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു. ധനനഷ്ടം മാത്രമല്ലല്ലോ ഒരു ജീവിതം എന്ന് പറയുന്നത്. സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒരു ഭാഗത്ത് വന്നാൽ പോലും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുകയും ആ ധനനഷ്ടമുള്ളപ്പോഴും കൂടെ നിൽക്കാൻ വീട്ടിലുള്ളവർക്ക് ശ്രമിക്കുകയും ചെയ്താൽ അതൊരു നല്ല ദിവസം തന്നെയല്ലേ. ആ ധനനഷ്ടം നമുക്ക് എങ്ങനെയെങ്കിലും നികത്തിയെടുക്കാൻ കഴിയും പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴോ. പക്ഷെ ആരും നമ്മുടെ കൂടെ നിൽക്കാനില്ലെങ്കിലോ അത് നമുക്കൊരു മോശം ദിവസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പൊതുവേ ഉള്ള വിവിധങ്ങളായ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ കൽപ്പങ്ങളെ വിവിധ രീതിയിൽ പരിശോധിച്ചതിന് ശേഷമാണ് ആ ദിവസം ശുഭമാണോ അശുഭമാണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ ശുഭാശുഭങ്ങളെ ഞാൻ വേർതിരിച്ചെടുക്കുന്നത്. എൻ്റെ ഒരു ശൈലി അതാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ദോഷം വരുമ്പോഴും ധനനഷ്ടം അല്ലെങ്കിൽ ധനലാഭം ഉണ്ടാവുമെന്നൊക്കെ വരുന്നത്. ധനലാഭം എന്ന് പറയുന്നത് മാത്രം ഒരു ഗുണവും മറ്റുള്ള ഭാഗങ്ങളെല്ലാം ദോഷവുമാണെങ്കിൽ അവർക്ക് ഗുണം പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഭൂമി സംബന്ധമായോ മറ്റോ ചില പ്രശ്നങ്ങൾ, ചെറിയ കലഹങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുമായി കലഹമുണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ദോഷങ്ങൾ വളരെയധികം കുറയ്ക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നും അല്ല. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ മേടക്കൂറുകാർക്ക് ഒരു നല്ല ദിവസം ആയിരിക്കും. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടാക്കാനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ പൊതുവെ മേന്മയുള്ളതാക്കി മാറ്റാനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും. ഇനി ഇടവം രാശി. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇടവം രാശിക്ക്. ഇടവം രാശിക്ക്, ഇടവം എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് മനസ്സ് ബുദ്ധി ഒന്നും അങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇടവൻ രാശിക്കാർ മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. എന്നാൽ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു സംശയവും അലസതയൊന്നും ഇവരെ ഈ ദിവസം ബാധിക്കില്ല. എന്നാൽ ആരോഗ്യകാര്യം അത്ര മേന്മയുള്ളതായിരിക്കുകയില്ല. ശരീരത്തിന് തളർച്ച, പിത്തസംബന്ധമായ അസുഖങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹങ്ങളുണ്ടാകും. എടുത്തുചാട്ടവും മുൻകോപവുമൊക്കെ ചില നഷ്ടങ്ങളിൽ എത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തുചാട്ടം പരമാവധി ഒഴിവാക്കണം. വാക്കുകൾ അത്ര അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയമല്ല. ഇടവം രാശിക്കാർ പറയുന്നത് വേണ്ട രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പരമാവധി മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ ഇടവൻ രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ ദിവസമാണ്. അതേപോലെ തൊഴിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ തൊഴിൽ അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതേപോലെ അനുചിതമായ സുഹൃബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും ഇടവൻ രാശിക്കാർ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ദിവസം വരുന്ന സുഹൃബന്ധങ്ങളെയും ശ്രദ്ധിക്കണം. ഈ അനുചിതമായ സുഹൃബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ സുഹൃബന്ധങ്ങൾ മാത്രമല്ല, നമുക്ക് നിലവിലുള്ള സുഹൃബന്ധങ്ങളിലും ചിലപ്പോൾ ചില അനുചിതങ്ങളായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടും ഒന്ന് കുറയ്ക്കുകയോ നിയന്ത്രിക്കുകയോ നമുക്ക് അനുചിതമല്ലാത്ത പ്രവൃത്തികളെ ഉണ്ടാകുന്ന സമയത്ത് അവരിൽ നിന്ന് അകലം പാലിക്കുകയോ ചെയ്യുക എന്നുള്ളതും കൂടെ പ്രധാനമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനം രാശിക്ക് ഗുണകരമായൊരു ദിവസമാണ്. പക്ഷേ ഇവർക്ക് ദൈവാധീനം അല്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടെയാണ്. എങ്കിലും പൊതുവെ ഗുണകരമാണ്. അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് പരിശ്രമിച്ച മിഥുനം രാശിക്കാർക്ക് മേന്മ ഉണ്ടാക്കാൻ കഴിയും. നന്നായിട്ട് നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ മനസ്സിന് എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ കാണാം. ഞാനത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുകയും, എപ്പോൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ല, രാവിലെയും വൈകിട്ടും കേൾക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കേൾക്കുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചേരുകയും ചെയ്തിട്ട് അതിൻ്റെ അനുഭവം ഒന്ന് കമൻ്റായിട്ട് ഇടുന്നതും വളരെ നന്നായിരിക്കും കേട്ടോ. ഒന്ന് കേൾക്കുക.
അതേപോലെ ഇവർക്ക് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലം ദോഷം കുറയുന്ന സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും. ഈ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെയുള്ള ആളുകളെ ഒന്ന് പറഞ്ഞ് തിരുത്തി നമ്മുടെ സുഹൃബന്ധങ്ങളിലേക്ക് എത്തിക്കാൻ മിഥുനക്കൂറുകാർക്ക് കഴിയും. ധനപരമായ ചില നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ ആത്മവിശ്വാസക്കുറവ് പല കാര്യങ്ങളിലും അനുഭവപ്പെടും. അലസത ഉണ്ടാവും. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ അതിൽ പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു പ്രതിരോധ ശക്തിക്കുറവ് പൊതുവേ മിഥുനം രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. എങ്കിലും ഭൂമി സംബന്ധമായൊക്കെ ചില നേട്ടങ്ങളുണ്ടാവാം. വാഹന സംബന്ധമായ നേട്ടങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മക്കൾ അനുകൂലമാണ്. എന്നാൽ ജീവിത പങ്കാളിയും ഒരു പരിധിവരെ അനുകൂലമാണ്. പക്ഷെ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ, ചെറിയ കലഹങ്ങളൊക്കെ വീട്ടിലുണ്ടാവാം. അതൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ കുടുംബത്തിലും ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിഥുനം രാശിക്കാർക്ക് കഴിയും. തൊഴിൽ രംഗം അവർക്ക് ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊന്നും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വളരെ ഒരു ശ്രദ്ധ തൊഴിൽ മേഖലയിൽ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി കർക്കിടകം രാശി ഒട്ടും അനുകൂലമല്ല കേട്ടോ. കർക്കിടകം രാശി വളരെയധികം ശ്രദ്ധിക്കണം. ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ വളരെ ദോഷമുണ്ടാകുന്ന ഒരു ദിവസം തന്നെയാണ് കുറച്ച് കാലത്തേക്ക് കർക്കിടകൂറുകാർക്ക്. അപ്പോൾ അവരത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഈശ്വരാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. നാമം ജപിക്കുക, ദേശക്ഷേത്രങ്ങളിൽ പോവുക, തൻ്റെ ധർമ്മദൈവത്തെ പോവുക ഒക്കെ ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം. കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത ദിവസമായിരിക്കും. എല്ലാ കാര്യത്തിലും അലസതയായിരിക്കും. ഒന്നും ചെയ്യാൻ തോന്നില്ല. ശരീരത്തിനൊരു ക്ഷീണം, പ്രതിരോധ ശക്തി കുറവ്, എല്ലാത്തിനോടും ഒരു വെറുപ്പ് അല്ലെങ്കിൽ മടി ഒക്കെ തോന്നുന്ന സമയമാണ്. അപ്പോൾ ആ വെറുപ്പൊക്കെ തോന്നുന്നതിനെ മനഃപൂർവ്വം അത് മാറ്റിയെടുക്കാനായിട്ട് ദിവസം ശ്രമിക്കണം. നമ്മളോട് എന്തെങ്കിലും വിരോധമൊക്കെ ഉള്ളവരാരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്നുപെട്ടാൽ അവരോട് വളരെയധികം ദേഷ്യവും വെറുപ്പൊക്കെ തോന്നുന്ന ഒരു ദിവസമാണ്. നമ്മുടെ സമയദോഷമുള്ളത് കൊണ്ടാണ് അവർ വഴക്ക് കൂടിയത് എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അവരോട് വെറുപ്പുണ്ടാവേണ്ട കാര്യമില്ല. ആ ഒരു കാര്യത്തെ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് സമയം അനുകൂലമാണെങ്കിൽ എല്ലാവരും നമ്മളോട് അനുകൂലമായിരിക്കും. നമുക്ക് സമയം പ്രതികൂലമാണെങ്കിൽ എല്ലാവരും നമുക്ക് പ്രതികൂലമായിരിക്കും. കർക്കിടക രാശിക്കാർക്ക് പൊതുവെ എല്ലാ സമയവും ഇപ്പോൾ പ്രതികൂലമാണ്. ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ മഹാപ്രതികൂലമായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ തന്നോട് ദേഷ്യപ്പെടുന്നത് കൊണ്ട് താൻ മറ്റുള്ളവർ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അത് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. അപ്പോൾ തനിക്ക് സമയദോഷമാണ് എന്ന് കർക്കിടകൂറുകാർ ഒന്ന് മനസ്സിലാക്കുകയും ആ ദോഷങ്ങളെ ലഘൂകരിക്കാനുള്ള പ്രവർത്തനങ്ങളെ ബോധപൂർവം ചെയ്യുകയും ഈശ്വരാധീനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃ സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ജലദോഷം, ആസ്മ, മാനസികമായ അസ്വസ്ഥതകൾ, ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഗർഭാവസ്ഥയിലൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി ദിവസത്തെ കാണണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. മിത്രങ്ങൾ തന്നെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ കർക്കിടകൂറുകാർക്കുള്ളൊരു സമയമാണ്. കഴിഞ്ഞ ദിവസം ആരോ എഴുതിയിട്ടുണ്ട്, കർക്കിടകൂറുകാരോ വൃശ്ചികക്കൂറുകാരെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണെന്ന്. ആ കമൻ്റൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ ഭംഗിയായി ഇത് കുറച്ചുകൂടെ ശ്രദ്ധയും കരുതലും കൊടുത്ത് ഈ ഫലം പറയാൻ തോന്നുന്നത് അങ്ങനെയുള്ള കമൻറ്റുകൾ കേൾക്കുമ്പോഴാണ് എന്നും കൂടെ മനസ്സിലാക്കുക. നിങ്ങൾ വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ധനപരമായും നഷ്ടം വരുന്ന ഒരു സമയമാണ്. അതേപോലെ ധനപരമായ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ
അശ്രദ്ധമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമൂലം ചിലപ്പോൾ നഷ്ടം വരും. പരുവായിട്ട് സംസാരിച്ചൊരു തീരുമാനമൊക്കെ എടുക്കേണ്ട വേദിയിലാണെങ്കിൽ അശ്രദ്ധമായ സംസാരം ചിലപ്പോൾ നഷ്ടങ്ങളിലെത്തിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ നഷ്ടം വരുന്ന സമയമാണ്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസവും കലഹവുമൊക്കെ വരുന്നതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത വളരെ കുറവായിരിക്കും. തൊഴിൽ രംഗത്തും അനുകൂലമല്ല, എല്ലാവരിൽ നിന്നും പ്രതികൂലമായ സ്ഥിതി ഉണ്ടാവും. സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകർ നിന്നൊക്കെ അനുകൂലമല്ലായിരിക്കും. അതേപോലെ മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഒരു കാരണവശാലും കർക്കിടകക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യരുത് ഈ സമയത്ത്. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. സംശയലേശമന്യ കാര്യങ്ങൾ നടത്തും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും പറയുന്ന വാക്കുകളിൽ നിന്ന് കേൾക്കുന്നവർ മെനഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള അടുത്ത് ആവശ്യമില്ലാത്തിടത്ത് ഒക്കെ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമല്ല. അങ്ങനെ വരുമ്പോൾ പറയുന്ന വാക്കുകളിലെ നെഗറ്റീവ് വശങ്ങളെ കണ്ടെത്തി പ്രചരിപ്പിക്കാൻ വളരെ നല്ലതാണ് ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ, എല്ലാവർക്കും. അതിന് ഭൂരിഭാഗം അങ്ങനെയാണ്. അതുകൊണ്ട് അതൊക്കെ അവരെ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുത്ത് ഒക്കെ വേണം സംസാരിക്കാൻ. വാക്കുകൾ മൂലം കുറച്ച് പ്രയാസം ചിങ്ങക്കൂറുകാർക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. മക്കൾ അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. പക്ഷെ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. എങ്കിലും മേലുദ്യോഗസ്ഥർ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, തൊഴിലാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. സഹപ്രവർത്തനം തൊഴിലാളികളൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് അവർ വിചാരിച്ചാൽ നഷ്ടം ഉണ്ടാക്കാൻ പറ്റും തൊഴിലാളികൾ വിചാരിച്ചാൽ. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കാനായിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്നവർ മുന്നോട്ട് വരണം, ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ പണിയാവും. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. അത് ഗുണമാക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. കന്നി രാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും ബുദ്ധിയും മനസ്സുമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. അലസത ഉണ്ടാകാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആത്മവിശ്വാസം ഉണ്ടാവും. ആരോഗ്യകാര്യത്തിൽ ചെറിയ നേട്ടവും ഉണ്ടാവും. എന്നാൽ അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ, മനസ്സിന് അസ്വസ്ഥതയുള്ളവർ, അവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. സഹോദര സ്ഥാനീയരത്ര അനുകൂലമല്ല. അതുപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ആ ദോഷത്തെയൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തുന്നതിന് വളരെ ശ്രദ്ധയോടെ കൂടെ ശ്രമിച്ചാൽ നടക്കും. കടബാധ്യത വരും, അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു കരൾ രോഗമുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒന്ന് ശ്രദ്ധിക്കുക, ധനപരമായി അപ്രതീക്ഷിതമായ നഷ്ടം വരാതിരിക്കാൻ. കാരണം കന്നിക്കൂറുകാർക്ക് ദൈവാധീനം കുറവുള്ളൊരു ദിവസമാണല്ലോ.
അതുകൊണ്ട് അതിൻ്റെ ഒരു ശ്രദ്ധ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയും അവർക്ക് അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്നുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി തുലാം രാശി അനുകൂലമാണ്. തുലാം രാശിക്കാർക്ക് പൊതുവേ ഗുണകരമായ ദിവസമാണ്, മേന്മയുള്ള ദിവസമാണ്. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി. തുലാം രാശിക്ക് ആരോഗ്യകാര്യത്തിൽ അത്ര മേന്മയല്ല, ഒരു അലസതയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തുലാം രാശിക്ക് ഗുണകരമാണ്. പിത്തം സംബന്ധമായ അസുഖങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാവസ്ഥയിലുള്ളവർ, ഗർഭാശയ രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ലെങ്കിലും, അതെ, മാതൃപിതൃസ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. അതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടാകാനായിട്ടും ശ്രദ്ധിക്കണം. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും, കടബാധ്യത കുറയ്ക്കാൻ കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളെയൊക്കെ പറഞ്ഞു തീർത്ത് നല്ല സുഹൃബന്ധങ്ങളെ സൃഷ്ടിക്കാൻ അനുയോജ്യമായൊരു സമയമാണിപ്പോൾ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ തുലാം രാശിക്കാർ കൊടുക്കുന്നത് നന്നായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് മുഖത്ത് നല്ല പ്രസാദം വരുത്തിയൊക്കെ മറ്റുള്ളവരോട് സംസാരിച്ചാൽ പല പ്രശ്നങ്ങളെയും പരിഹരിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ് തുലാക്കൂറുകാർക്ക്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. അതേപോലെ ധനപരമായ നേട്ടങ്ങളുണ്ടാകും. മക്കൾ അനുകൂലമായിരിക്കും. എന്നാൽ ജീവിത പങ്കാളി അല്പം പ്രതികൂലമായതുകൊണ്ട് തുലാം രാശിക്കാർക്ക് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവായിരിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അനുകൂലമായ സമയമാണ്. വിദ്യാഗുണമുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഗുണകരമാണ്. തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി നിന്നാൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയം കൂടെയാണെന്ന് മനസ്സിലാക്കുക. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഈ വിശാഖം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ വളരെ ദോഷമുണ്ടാകുന്ന സമയമാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യവും. ഒരു ആത്മവിശ്വാസവും ഇല്ലാത്ത ദിവസമായിരിക്കും. അലസതയും സംശയവും ഒക്കെ ആയിരിക്കും. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദര സംബന്ധ അസുഖങ്ങൾ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. മനസ്സ്, ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഒരു അഭിപ്രായ സ്ഥിരതയില്ലാതെ വർത്തമാനം പറയുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും. കൂടെ നിൽക്കുന്നവർ പോലും ശത്രുക്കളാകുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ, ഈ വൃശ്ചികക്കൂറ് പറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ആരോ പറഞ്ഞത് വളരെ കറക്റ്റാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളതെന്ന്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഈ അനുഭവം കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ തയ്യാറാക്കാനായിട്ട് കുറച്ചുകൂടെ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കൃത്യമായി കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേ കൂടെ ശ്രദ്ധയോടുകൂടി ഇത് എത്രത്തോളം ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത് എങ്കിലും നിങ്ങളുടെ പ്രോത്സാഹനം അതിന് കുറച്ചുകൂടെ ശ്രദ്ധ കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളത് കൊണ്ട് ഈ പോസ്റ്റ്. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും, മുൻകോപമുണ്ടാകും. വാക്കുകൾ വേണ്ട രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുക വൃശ്ചികക്കൂറുകാർ പറയുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ അഭിപ്രായം പറയാതിരിക്കുക. കഴിയുമെങ്കിൽ വർത്തമാനം പരമാവധി കുറയ്ക്കുക. ഒരു ചിരിയിൽ
അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകളിൽ ഈ ദിവസത്തെ നിയന്ത്രിക്കുക. മറ്റെന്തെങ്കിലും വർക്കുകൾ ചെയ്യുക. തിരക്കാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. വർത്തമാനം പറയാൻ സമയമില്ല എന്ന രീതിയിൽ ബോധ്യപ്പെടുത്തുക. അല്ലാണ്ട് വർത്തമാനം പറയാൻ പറ്റില്ല എന്ന് പറയല്ല. അങ്ങനെ ചെയ്തിട്ട് നല്ല രീതിയിൽ ആക്കി മാറ്റിയെടുക്കുക. വാക്കുകളൊക്കെ വളരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനായിട്ട് വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അശ്രദ്ധമായ ചില വാക്കുകൾ മൂലം നഷ്ടങ്ങളുണ്ടാവും, ഓർമ്മക്കുറവുകളും ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. ധനപരമായ അനുകൂലമായ സമയമല്ല. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും വൃശ്ചികക്കൂറുകാർക്ക് കിട്ടില്ല. തൊഴിൽരംഗത്തും ഒട്ടും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യരുത്. ഈ അനുചിതമായ സുഹൃബന്ധം എന്ന് പറഞ്ഞാൽ പുതിയ സുഹൃബന്ധങ്ങളല്ല ഉദ്ദേശിക്കുക, അതും ഇതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം നിലവിലുള്ള സുഹൃത്തുക്കൾ അനുചിതമായ പ്രവൃത്തികൾ അവർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവരോട് സഹകരിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ ഒഴിവാക്കി വിടുക, കാര്യങ്ങൾ സഹകരിക്കാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സമയദോഷമുള്ളവർ അത് വളരെ ശ്രദ്ധയോടെ ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ കൂടുതൽ ദോഷമുണ്ടാവും. ശ്രദ്ധയോടെ കൊണ്ടുപോയാൽ ദോഷത്തിൻ്റെ അളവ് കുറയ്ക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ധനുരാശി. ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മൂലം, പുരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി. മനസ്സ് വേണ്ട രീതിയിൽ അവർക്ക് പ്രവർത്തിക്കും. ബുദ്ധി ഒക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അത്ര അനുകൂലമല്ല. ചെറിയൊരു ആത്മവിശ്വാസക്കുറവ് ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. അലസത ഉണ്ടാവും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന്, ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കുക എന്നല്ല അർത്ഥം, ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതാണ്. ഒക്കെ നിയന്ത്രിച്ച് ആരോഗ്യം ഗുണകരമാക്കാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ നഷ്ടമുണ്ടാകും. ശത്രുക്ക ദോഷം ഉണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വരുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാവാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം മറ്റുള്ളവരോട്, അല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ട്. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. തൊഴിൽരംഗത്തും മേന്മയുണ്ട്. തൊഴിൽരംഗത്ത് അനുകൂലമല്ല. ശത്രുക്കൾ മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും തൊഴിൽരംഗത്ത്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ആരെയും തൻ്റെ തൊഴിൽ കൈമാറിയിട്ട് ഞാനിപ്പോൾ വരാം, ഇതൊന്നും അങ്ങോട്ട് നോക്കിക്കോ എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ നോട്ടം കറക്റ്റ് ആവില്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അവനവൻ്റെ വർക്കുകൾ അവനവൻ വളരെ കൃത്യമായി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സ്വന്തമായി തൊഴിൽ നടത്തുന്നവർ തൊഴിലാളികളോടൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അവരോട് വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുകയും ചെയ്യണം. ഇനി മകരം രാശി. മകരം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതിയാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് മനസ്സും ബുദ്ധിയും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ആത്മവിശ്വാസം ഉണ്ടാവും. അലസതയൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു പ്രതിരോധ ശക്തിയൊക്കെ കിട്ടും. മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കും. ഗുരുക്കന്മാരുടെയൊക്കെ അനുകൂലം ഉണ്ടാവും. അഭിപ്രായ സ്ഥിരത ഉണ്ടാവും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും അതുമൂലമുള്ള പ്രയാസവും അനുഭവപ്പെടും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം നഷ്ടമുണ്ടാകും. സുഹൃബന്ധങ്ങളിൽ നഷ്ടങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ലാത്ത സമയമായതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ സുഹൃബന്ധങ്ങൾ, ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരുടെ വീടൊന്നും സന്ദർശിക്കാൻ പറ്റിയ ഒരു സമയമല്ല മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് സൗഹൃദ ബന്ധങ്ങളും ബന്ധുത്വങ്ങളൊക്കെ പുതുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട. അത് ഗുണത്തേക്കാളേറെ ദോഷമാകുന്ന ഒരു സമയമായിരിക്കും ഇത്.
അതേപോലെ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടെയാണ്. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യരുത്. മകരം രാശിക്കാർ. കുംഭൻ രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. അവർക്ക് ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ല. കുംഭം എന്ന് പറയുന്നത് അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കേട്ടോ. ഈ ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആസ്മ, അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. മാനസിക അസ്വസ്ഥതയും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കടബാധ്യത വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ നേട്ടങ്ങളൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാവും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളുണ്ടാവും. അനുചിതമായ സുഹൃബന്ധങ്ങളും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഈ ദിവസം കുംഭൻ രാശിക്കാർ ഉപേക്ഷിക്കുക. മീനം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് ദോഷകരമായ അവസ്ഥയാണ്. പ്രത്യേകിച്ച് പിത്ത സംബന്ധമായ അസുഖങ്ങളും വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവും അലസതയും എല്ലാത്തിനോടും സംശയവും ഒരു പ്രതിരോധ ശക്തിക്കുറവൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒന്നിനോടും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. അമിതമായ ദേഷ്യം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ കുറയും. വാക്കുകൾ ഒട്ടും അനുകൂലമല്ല. വാക്കുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരമാവധി പ്രയോഗിക്കാതിരിക്കുക. പ്രയോഗിക്കുന്നത് 2 വട്ടം ആലോചിച്ചിട്ട് പ്രയോഗിക്കുക. അല്ലെങ്കിൽ വാക്കുകൾ മൂലം വളരെ ദുരിതങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും. അതുകൊണ്ട് സുഹൃത്ത് സൗഹൃദം ഉണ്ടാക്കാനോ ബന്ധുക്കളുടെ വീടുകളിൽ ചെല്ലാനോ സഞ്ചരിക്കാനൊന്നും പറ്റിയ അനുകൂലമായ സമയമല്ല. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ഒഴിവാക്കുക. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങളും അനുചിതമായ സുഹൃബന്ധങ്ങളിൽ നിന്നുമൊക്കെ മീനം രാശിക്കാരും ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും. ഒഴിവായി നിൽക്കുക. ഇത് ഒരു പൊതുഫലമാണ്. എല്ലാവർക്കും ഇത് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഒരു സംശയമില്ല. അത് ഉണ്ടാകണം, അങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ നക്ഷത്ര ഫലങ്ങൾ വളരെ കൃത്യതയോടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങളും കേൾക്കുന്നവരും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ദിവസം ഒരു പരിധിവരെ അനുകൂലമാക്കാൻ കഴിയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.